4 വനിതാ ബന്ദികളെ കൂടി ഇന്ന് ഹമാസ് മോചിപ്പിക്കും. ഒക്ടോബർ 7-ന് ബന്ദികളാക്കിയ 4 വനിതാ സൈനികരെയാണ് മോചിപ്പിക്കുക. ഇവരുടെ കൂട്ടത്തിൽ ഒരാളെ ഹമാസ് കൊലപ്പെടുത്തിയിരുന്നു. നിരീക്ഷണ ചുമതലയിലുള്ള 6 വനിതാ സൈനിക ഉദ്യോഗസ്ഥരെയാണ് 2023 ഒക്ടോബർ 7-ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയത്. ഹമാസ് ഇവരിൽ ഒരാളെ കൊലപ്പെടുത്തിയിരുന്നു. ബന്ദികളായി പിടികൂടപ്പെട്ട ലിറി ആൽബഗ്, ഡാനിയലെ ഗിൽബോ, കരീന ഏറിയവ്, നാമ ലെവ്യ എന്നീ വനിതാ സൈനിക ഉദ്യോഗസ്ഥരെയായിരിക്കും വിട്ടയക്കുക. ഇവരുടെ കൂട്ടത്തിലെ മറ്റൊരു സൈനിക ഉദ്യോഗസ്ഥയെ നേരത്തെ തന്നെ ഇസ്രായേൽ പ്രതിരോധ സേന മോചിപ്പിച്ചിരുന്നു. ശനിയാഴ്ച തോറും ബന്ദികളെ മോചിപ്പിക്കുമെന്ന് ഇസ്രായേലുമായി ഹമാസ് ധാരണയിലെത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞയാഴ്ച 3 പേരെ വിട്ടയച്ചിരുന്നു. അടുത്ത ശനിയാഴ്ചകളിലും 3 ബന്ദികളെ വീതം വിട്ടയക്കും. ആദ്യഘട്ടം മോചന പദ്ധതിയുടെ ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 42 ദിവസം നീളുന്നതാണ് ആദ്യഘട്ടം. 2 ഘട്ടങ്ങളിലും ഇസ്രായേൽ തടവിൽ കഴിയുന്ന പാലസ്തീനിയൻ യുദ്ധ തടവുകാരുടെ മോചനവും നടക്കും. 3-ാം ഘട്ടത്തിലായിരിക്കും ഗാസയുടെ പുനർനിർമ്മാണം സംബന്ധിച്ചുള്ള നീക്കങ്ങൾ നടക്കുക. അധികാരത്തിലെത്തുന്നതിനു മുമ്പ് ബന്ദികളുടെ മോചനം സാധ്യമാകണമെന്ന ട്രംപിന്റെ അന്ത്യശാസനം കൃത്യമായി നടപ്പിലാവുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.